യൂറോപ്പിൻ്റെ ഓൾഡ് ടൗണിൻ്റെ ഏറ്റവും മികച്ച മാതൃക ഏതെന്ന് ചോദിച്ചാൽ ഞാൻ അന്നും ഇന്നും പറയും പ്രാഗ്. ആ നഗരത്തിലേക്കാണ് ഞങ്ങൾ ചെന്നിറങ്ങിയിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്ന തമിഴിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പ്രാഗിൽ പോവാണ്. പ്രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് റിപ്പബ്ലിക്കിലുള്ള ഒരു സ്ഥലമാണ് പ്രാഗ് എന്ന് പറയുന്നത്. ലൈക്ക് നിങ്ങൾ സഫാരിയിൽ സന്തോഷ് ജോർജ് കുളങ്ങരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടോ, ഒരു ടിപ്പിക്കൽ അല്ലെങ്കിൽ ദ മോസ്റ്റ് എന്താ പറയുക എ ഗുഡ് എക്സാമ്പിൾ ഓഫ് യൂറോപ്യൻ സിറ്റി അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ നഗരം എന്ന് പറയുന്നത് പ്രാഗ് ആണെന്നുള്ളത്. ഉള്ളതാണോ നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, സോ ഞാൻ പോകുന്നത് ഞാനും പിന്നെ രേവതിനെ പല വീഡിയോസിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ അറിയണമെന്നൊന്നും ആവശ്യമില്ല. രേവതി എൻ്റെ കൂട്ടുകാരിയാണ്. രേവതിയും ഞാനും കൂടെയാണ് പോകുന്നത്. 2 അരവട്ടന്മാർ ചേർന്ന് ഞങ്ങൾ പ്രാഗിൽ പോവാണ്. സോ ഞാൻ പാക്ക് ചെയ്യാൻ ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ. നാളെ രാവിലെ 5 മണിക്ക് ഞാൻ പോകും. ഇന്നിപ്പോൾ സമയം ഇവിടെ 6 മണി 7 മണിയോളമായി. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യാൻ തീരുമാനിച്ചു, ഡ്രസ്സ് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പൊതുവേ ആക്ച്വലി ഞാൻ ലൈക്ക് എപ്പോഴും പെട്ടിയാണ് കൊണ്ടുപോകാറ്. ബട്ട് ഞാനൊരു പിങ്ക് ബാഗ് വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് ബാഗ് ഫ്ലെക്സ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ബാഗിലാണ് പ്രാവശ്യം സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് പാക്ക് ചെയ്യാം. എൻ്റെ ഡ്രസ്സ് ഞാൻ കവറിൽ പൊതിച്ചിട്ടുണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ദ ഡ്രസ് ടു ഗെറ്റ് മെസ്ഡ് അപ്പ്. ഞാൻ എൻ്റെ പെട്ടി പാക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സാധനങ്ങൾ ചിക്കും കോടായും ചട്ടുകൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ വാനിറ്റി ബാഗ്. വാനിറ്റി ബാഗിൽ ഞാൻ എന്താ പറയുക എൻ്റെ മേക്കപ്പ് ഗൈരു സാധനങ്ങൾ, ലിപ്സ്റ്റിക് സാധനങ്ങൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് പാക്കിംഗ് ഒക്കെ ഞാൻ കഴിഞ്ഞു. സോ നമുക്കിനി ജസ്റ്റ് ഒന്ന് കുളിച്ച് സെറ്റായിട്ട് സുന്ദരക്കുട്ടപ്പനാവാനുണ്ട്. ആൻഡ് ലൈക്ക് ഐ ഹാവ് ലൈക്ക് എന്താ പറയുക എൻ്റെ ബാത്റൂമൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഐ ബോട്ട് ദിസ് ലൈക്ക് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം. ഐ ഡോണ്ട് നോ ഇതിനെന്താ പേര് പറയുന്നത്. ആൻഡ് ഇത് എൻ്റെ ഫ്രണ്ട് അപർണയാണ് എനിക്കിത് സെറ്റാക്കി തന്നത്. ആൻഡ് ദിസ് ഇസ് മൈ എന്താ പറയുക സംഭവബഹുലമായ ലൈക്ക് ഐ എം സോ ഇൻ ലവ് വിത്ത് ദിസ്. ലൈക്ക് വെരി വെരി എസ്തെറ്റിക് ആണ്. ലൈക്ക് എന്ത് ചെയ്താലും നമ്മൾ എസ്തെറ്റിക് ആയിട്ടോ. ലൈക്ക് ഐ ഹാവ് ക്യാൻഡിൽസ്, ലൈക്ക് എല്ലാ സംഭവം ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒബ്സസ്ഡ് ആണ് ഞാൻ എൻ്റെ ലൈക്ക് ബാത്റൂം ആൻഡ് ദിസ് കളർ ഗ്രേഡിങ് ലൈറ്റ് ഒക്കെ ആയിട്ട്. ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണം തോന്നി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. സ്കിൻ കെയർ ചെയ്തിട്ട് വേണം നമുക്ക് ഫുഡ് ഉണ്ടാക്കി. ഈ ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് പാക്ക് ചെയ്യാനുണ്ട്. അതിനർത്ഥം ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നാളെ രാവിലെ 4:30 5 മണിക്കോ എന്തോ ആണ് ബസ്, ഐ മീൻ ട്രെയിൻ ഉള്ളത്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് വേണം നമുക്ക് പ്രാഗിലേക്ക് പോകാൻ. സോ ലൈക്ക് ഇനി ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, ഐ ആം ഓൺലി അപ്ലൈയിങ് ദിസ് കോഎക്സസാർ തിങ്സ് ബിക്കോസ് എൻ്റെ ബാക്കിയുള്ള സാധനങ്ങളും ഞാൻ എൻ്റെ ഇതിലാക്കി വെച്ചു. ഇറ്റ്സ് സോ ഗുഡ്, ഇറ്റ്സ് റിയലി സോ ഗുഡ്. ഹീറ്റ് ഹെൽത്തി ഗൈസ്. കണ്ടോ, ഒരു ഇന്ത്യൻ പതാക്കയുടെ വേറൊരു ഇതുപോലെയുണ്ട്. നാളെ നമുക്ക് 4:15 വണ്ടി. 4:15 വണ്ടി കയറണമെങ്കിൽ ഞാൻ 3 മണിക്ക് എണീറ്റിട്ടും കാര്യമുണ്ടാവും എനിക്ക് തോന്നില്ല. ശരിക്കും പറഞ്ഞൊന്നും ഉറങ്ങണ്ട. നമുക്ക് നാളെ കാണാം. ഓ ഹലോ ഗായ്സ്, അങ്ങനെ ഇന്നിപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ലൈക്ക് ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടക്കുവാണ്. എൻ്റെ കയ്യിൽ ഇത് കാണില്ല, ബട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ഐ എം സോ ടയേർഡ് ആക്ച്വലി ബിക്കോസ് എന്താ ഞാൻ അത്ര ഗുഡ് ഇൻ സ്റ്റേറ്റ് അല്ല. ബട്ട് നെവർട്ട്ലെസ് അവർ പാഷൻ ഫോർ ട്രാവൽ ഷുഡ് നെവർ ഡൈ. പാഷൻ ഫോർ ട്രാവലില്ല, വന്നില്ലെങ്കിൽ അവൾ എന്നെ കൊല്ലും. ഗൈസ്, ഇതാണ് ഗൈസ് ഫ്രാങ്ക്ഫർട്ട് ഹൗബാനോഫ്. ഞാൻ എൻ്റെ ഫ്രണ്ട് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ബിക്കോസ് ഞാൻ വരുന്നതൊക്കെ രാത്രികളിലായിരുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ റേസിനെ കണ്ടു. ഗൈസ് ഞാൻ ഫുഡ് കഴിക്കും. എൻ്റെ കൊച്ചെനിക്ക് വേണ്ടി കൊണ്ടുവന്ന് നോക്കുക. സ്ട്രോബെറിയാ, ബിസ്ക്കറ്റ്, 4 ആപ്പിള്. പിന്നെ അതെ എനിക്ക് പ്രത്യേകം പറഞ്ഞില്ല, ഒരുത്തരും പറയും കക്കൂസ് കൊടുക്കുന്ന സാധനം. അതെ, അത് വെച്ചിട്ട് കൈ തുറക്കും. അതെ, നന്നായി, നല്ലതാ മോനെ. ഗൈസ്, ഇതിൽ എന്ത് സാധനം ഇട്ടിട്ട് കുടിക്കണമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അറിയത്തില്ല. കാരണം അയ്യോ ഇതിലെന്ത് ഗൈസ്, ഞാൻ ഒരേ ബാഗ് വരെ
എന്താ ചെയ്യാ, ഞാൻ കുറച്ച് റിച്ച് ആയതുകൊണ്ട് എന്റെ കുറച്ച് പൈസ കൂടുതലാണ്. എവിടെ പോയാലും കെബാബാണ് ഗൈസ് ഞങ്ങളുടെ ദേശീയ ഫുഡ്. അവിടെയും ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇന്ത്യക്കാരനാണ് ഈ കട നടത്തുന്നത്. എവിടെ പോയാലും ഒരാളെ കിട്ടുമല്ലോ. എന്താ ചെയ്യാ. എത്ര വർഷമായിട്ടുള്ള അങ്ങനെ ഞങ്ങൾ പ്രാഗെത്തി ഗൈസ്. ഇവിടുത്തെ ആൾക്കാരാർത്ത അതെ, കാരണം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് 2 ടിക്കറ്റ് വഴിയെ പോയ 2 ചേച്ചി എനിക്കിത് കൊണ്ടെത്തന്നു. ഒരു ചേച്ചി ഒക്കെ എടുത്തു കൊടുത്തു. അതെ, ഈ ചേച്ചി ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അതിൽ കാണുമ്പോൾ പോലും ഞങ്ങൾക്ക് അറിയില്ല. ജർമ്മനിയിൽ നിന്ന് വന്നുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് ഇവരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരായിട്ട് തോന്നി. കാരണം അവിടെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കൾച്ചർ കാണാനില്ല. സോ ഭയങ്കര കയറ്റെടുക്കാൻ. അതെ, സോ ഒന്നും പറയില്ല. എടി ഇവിടെ വേറെ എനിക്ക് തോന്നുന്നത് ടോയ്ലറ്റാണ്. എനിക്കിഷ്ടായി, ചെറുതാണെങ്കിലും ക്യൂട്ടാണ് ഗൈസ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി ഗൈസ്. ഞങ്ങൾക്ക് കുഞ്ഞു റൂമാണ് ഞങ്ങളുടേത്. ബട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇത് അവൾക്ക് ഇവിടെ ഒരു ബെഡ്, എനിക്ക് ഇവിടെ ഒരു ബെഡ്. ബട്ട് നല്ല രീതിക്ക് ടി വി ഉണ്ട്. നമുക്ക് ഇവിടുന്ന് സോപ്പ് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവാം. നക്കി എവിടെ പോയി നക്കി. സോ ഞങ്ങൾ കെബാബ് ഞാൻ പറയാം ഞേക്കണേ. ആ നക്കിക്കൂടി ട്രാൻസിഷൻ എടുക്കാൻ പോകണം. നമ്മൾ ആദ്യം ഇങ്ങനെ വിളിക്കണം. ഓക്കെ ഓക്കെ. അതിനെന്താ എന്റെ അടിക്കണല്ലേ? ഞാനതാ ചെയ്യണ്ടേ? എനിക്ക് എഴുതാൻ അറിയില്ല. ഹലോ ഗൈസ്, അങ്ങനെ പ്രാഗ് കാണാൻ ഇറങ്ങുകയാണ്. അതെ, നമ്മൾ പ്രാഗ് കാണാൻ ഇറങ്ങുകയാണ്. ഞങ്ങളുടെ കോലം നോക്കണ്ട, കാരണം ഇതിനുള്ളിൽ ഞങ്ങൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് സമ്മതിക്കാത്ത ഞങ്ങൾ തിരിച്ച് എവിടെ പോയി? റൂമിൽ പോയി കോട്ടൊക്കെ ഇട്ടിട്ട് വരുവാണ്. ഇവിടെ 3 ഡിഗ്രിയാണ്. നമ്മൾ ആദ്യം പോകുന്നങ്ങടാ ചാൾസ് ബ്രിഡ്ജിലാണ് പോകുന്നത്. ചാൾസ് ബ്രിഡ്ജിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് വലിയൊരു ഹിസ്റ്ററിയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും പോയി വായിച്ചാൽ മതി. എനിക്കിനി ഹിസ്റ്ററി പറയാൻ നേരില്ല. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോവാം. ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. അതെ, ഉണ്ടോ പല ടൈപ്പ് ഓഫ് പോലീസ് മൺമാരൊക്കെ. എക്സൈറ്റഡ് ആണോ? ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ട്രാമിലാണ്. ലൈക്ക് ജർമ്മനീനെ വെച്ച് നോക്കുമ്പോൾ ട്രാമിന് സ്പേഷ്യസും ഉണ്ട്, സ്പീഡും ഉണ്ട്.
പ്രാഗിൽ പോകുന്നതെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എവിടെയാണ് ആദ്യം പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ലിസ്റ്റിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ചാൾസ് ബ്രിഡ്ജ് തന്നെയായിരുന്നു. അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയത് തന്നെ പ്രാഗിനെ മറ്റ് വെസ്റ്റ് യൂറോപ്പും ഈസ്റ്റ് യൂറോപ്പും ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ട്രേഡ് റൂട്ടായിരുന്നു ഈ ഒരു ബ്രിഡ്ജ്. സോ പ്രാഗിൻ്റെ ഒരു ട്രേഡ് കൾച്ചറിൽ തന്നെ ഈ ഒരു ബ്രിഡ്ജ് ഭയങ്കര വലിയൊരു റോള് പ്ലേ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് ഒത്തിരി പ്രതിമകളുണ്ട്. ഈ സ്റ്റാച്യൂസിൽ തന്നെ സെൻറ്റ് ജോൺ ഓഫ് നെപ്പമുക്ക് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാച്യൂവിൽ നമ്മൾ തൊട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് ലക്ക് ആണെന്നൊക്കെയാണ് പറയുന്നത്. പ്രാഗിൽ പോകണം എന്നുള്ളൊരു ഐഡിയ വന്നപ്പോൾ തന്നെ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നത് ഈ ഒരു ആസ്ട്രോണമിക്കൽ ക്ലോക്ക് കാണാനായിരുന്നു. ഈ സഞ്ചാരം, അതായത് സന്തോഷ് ചർച്ച് കുളങ്ങരയുടെ സഞ്ചാരം കണ്ടപ്പോൾ തൊട്ട് അതിലുള്ളൊരു വീഡിയോ ആണ് ഈ ആസ്ട്രോണമിക്കൽ ക്ലോക്കിനെ പറ്റിയിട്ടുള്ളത്. അത് കാണണം എന്നുള്ളത് മിക്കവരുടെയും ഒരു ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യമാണ്, ബക്കറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ആസ്ട്രോണമിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് ഏകദേശം മോർ ദാൻ 610 വർഷങ്ങൾ പഴക്കമുള്ളൊരു ക്ലോക്കാണ്. ഓരോ മണിക്കൂർ കൂടുമ്പോഴാണ് ഈ ഒരു ക്ലോക്കിൽ ബെല്ലടിക്കുന്നത്. ബെല്ലടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ബെല്ലിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. 12 അപ്പോസ്തോലന്മാർ 2 കിളിവാതിലുകളിലൂടെ വന്ന് ഇങ്ങനെ കാഴ്ചയായിട്ട് ഇങ്ങനെ നിൽക്കും. അവരിങ്ങനെ മാറി മാറി പോകുന്നുണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് അതിൻ്റെ തൊട്ട് താഴെയൊക്കെ ആയിട്ട് ഒരു അസ്ഥിക്കൂടെ നിന്നിട്ടാണ് ഈ ബെല്ലൊക്കെ അടിക്കുന്നത്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആസ്ട്രോണമിക്കൽ ക്ലോക്കാണ് പ്രാഗ്സ് ആസ്ട്രോണമിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്. ഇതാണ് പ്രാഗിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബ്രെഡാണ് ഇത്. ഗോ ടു എനി സ്ട്രീറ്റ്സ് ഓഫ് പ്രാഗ്, ഈ പ്രാഗിൻ്റെ സ്ട്രീറ്റ്സിനൊക്കെ ഒരു കാരമലിൻ്റെ സ്മെല്ലാണ്. അതിന് കാരണം ഈ ബ്രെഡാണ്. ബിക്കോസ് ഈ ബ്രെഡിൽ കുറേ കുത്തുപണികളൊക്കെ ചെയ്തിട്ടാണ് ഇവരിത് സെർവ് ചെയ്യുന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് കാസിലേക്കാണ്. കാസിലിൻ്റെ ഹിസ്റ്ററി എന്താണെന്നുള്ളത് ഞാൻ ഇതിനെല്ലാത്തിനും ഹിസ്റ്ററി പറയുന്നത്. ഞങ്ങളെന്തായാലും ക്ലോക്ക് കണ്ടു, അതിലേക്ക് ഭയങ്കര സംഭവമൊന്നുമല്ല. പക്ഷെ നമ്മൾ പ്രാഗിൽ വന്നു കഴിഞ്ഞാൽ അത് കാണണമെന്നാണ് പറയുന്നത്. അതൊക്കെ വന്നിട്ട് ലൈഫ് ടൈം എന്താ മൂമെൻ്റ് ആയതുകൊണ്ട് നമ്മളത് കണ്ടിരിക്കണം. വന്നിട്ട് ലൈഫ് ടൈം ഇല്ല, എന്നാലും കണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കണ്ടു. ഒരു ഓർഡറിലേ പോകാവുള്ളൂ, വലിച്ചവരെല്ലായിടത്തോട്ടും പോകില്ല. അപ്പോൾ നിയർ ബൈ ബ്രിഡ്ജ്, അവിടുന്ന് ക്ലോക്ക്, അവിടുന്ന് കാസ്റ്റിൽ, അങ്ങനെ വേണം. അപ്പോൾ ഞങ്ങൾ നിയർ ബൈ ലൊക്കേഷൻസ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ മാക്സിമം നമുക്ക് കവർ ചെയ്യണം. ഗല്ലേ, നിങ്ങൾക്ക് ഗല്ലേ ഇല്ല അല്ലേ? ഗല്ലേ അത് ഞങ്ങളുടെ സ്റ്റേറ്റിൽ മാത്രമുള്ള. ഗല്ലേ എന്ന് പറയുമ്പോൾ അയോ എന്ന് പറയണം. ഗല്ലേ റേവ്സ്, അപ്പോൾ അയോ. അതെന്താണ് ഇത്? കുതിര ഭയങ്കര വലുതാണ്. ഇതൊരു വ്യത്യാസമുണ്ട് നോർമൽ കുതിരനെ. എനിക്ക് പല്ലൊക്കെ കയറുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇതിവിടുത്തെ പ്രാഗിലല്ല ചെക്കിലെ ഏറ്റവും ഫേമസ് റൈറ്ററിൻ്റെ പ്രതിമയാണിത്. റൊട്ടേറ്റിംഗ് ആണിത്. പക്ഷെ റൊട്ടേറ്റ് ചെയ്യാത്ത എന്താ? അത് എപ്പോഴും റൊട്ടേറ്റ് ചെയ്യില്ല. ഇവിടെ എല്ലാത്തിനും ഒരു സമയമുണ്ടോ? ഇതെന്ത്? ഫ്രാൻസ് കഫ്ക എന്ന ഒരാളുടെ പേര് നമ്മൾ ചെക്കിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് കേൾക്കുകയും കാണുകയും പ്രതിമകളായിട്ടും റൈറ്റിങ്സൊക്കെ ആയിട്ട് അവിടെ ഇവിടെയും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. ജർമ്മൻ റൈറ്ററാണ്. പുള്ളിയോടുള്ള ആദരസൂചകമായിട്ടാണ് ഇങ്ങനെ ഒരു 42 സ്റ്റീൽ പാനൽസ് വെച്ചിട്ട് ഇതുപോലെ ഒരു സ്കൾപ്ചർ അല്ലെങ്കിൽ ഇതുപോലൊരു ഹെഡ് സ്കൾപ്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സിന് കിട്ടാവുന്ന ടൈപ്പ് ഓഫ് വിവാദങ്ങളും പ്രശ്നങ്ങളും നെഗറ്റീവ്സൊക്കെ ഈ ഒരു സ്കൾപ്ചറിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ചുറ്റിലുള്ള ഷോപ്പിംഗ് മാളിന് കിട്ടാനുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹവുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ടൈപ്പ് ഓഫ് ഒരു സ്കൾപ്ചർ ഇവിടെ പ്ലേസ് ചെയ്തതെന്നുള്ള രീതിയിൽ. ബട്ട് നെവർത്ത്ലെസ് അത് പ്രാഗിൻ്റെ വലിയൊരു ഹെഡ് ഓഫ് പ്രാഗ് എന്നുള്ള രീതിയിൽ തന്നെ, ഫേസ് ഓഫ് പ്രാഗ് എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോഴും ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാ 1 മണിക്കൂറിലുമാണ് ആ ഒരു ഹെഡ് സ്പിൻ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വെക്കാതെ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റ്സിന് ഓട്ടോമാറ്റിക്കലി ഒരു പക്ക യൂറോപ്യൻ മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സിറ്റിക്ക്. വേറൊരു കാര്യം ഞങ്ങൾ നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ നിലത്തൊന്നും ഒരൊറ്റ വേസ്റ്റ് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത്രയും സ്ട്രക്ചേർഡും ക്ലീൻനെസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് പ്രാഗ്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാലഘട്ടത്തേക്ക് പോണ പോലെ തോന്നും പ്രാഗിൻ്റെ സിറ്റിയിലൂടെയൊക്കെ നമുക്ക് നടക്കുമ്പോൾ.
വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്ത ഒരു സ്ഥലമാണ് സ്പാനിഷ് സിനഗോഗ് അല്ലെങ്കിൽ ജൂയിഷ് സിനഗോഗ് എന്ന് പറയുന്നത്. ഈ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് യൂതന്മാരുടെ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു സിനഗോഗാണിത്. ഞങ്ങൾ പുറത്തുകൂടെ നടന്ന് ഏകദേശം 28 സിനഗോഗുകളോളുണ്ട്. 3-4 സിനഗോഗുകൾ ഞങ്ങൾ കണ്ടു. ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ജൂയിഷ് സെമിട്രിയാണ്. അതായത് 15ാം നൂറ്റാണ്ടിൽ യൂതന്മാരെയൊക്കെ അടക്കിയിരുന്നൊരു സ്ഥലമാണ്. മോർ ദാൻ 100,000 സിമെട്രീസ് ഇവിടെ ഉണ്ട്, പല ഷേപ്പുകളിലായിട്ട്. ഒത്തിരി പ്രൊമിനൻ്റ് ആയിട്ടുള്ള റെമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ അടക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് വലിയ അറിവ് ഇതിനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഏകദേശം ഒരു 24 യൂറോസ്, അതായത് 2600 മുകളിൽ രൂപ ഈ ഒരു ഇതിനൊരാളുടെ ടിക്കറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനും ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക്, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര വേർത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 28 സിനഗോഗുകൾ കാണാൻ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 3-4 ഫേമസ് ആയിട്ടുള്ള സിനഗോഗുകൾ മാത്രം കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ബട്ട് ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും സിമെട്രി, അതായത് ഇത്രയും വലിയൊരു ശവകുടീരങ്ങൾ ഒരുമിച്ച് കണ്ടതിൻ്റെ ഒരു കിളി പോയ അവസ്ഥ ഞങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു. ഒരു ടിപ്പിക്കൽ സോവനിയർ എനിക്ക് വാങ്ങാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വളരെ അടിപൊളിയായിട്ടുള്ളതല്ല ഇങ്ങനെയൊരു സോവനിയറാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയത്. സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര ട്രെൻഡായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫേമസ് ആയി മാറിയ ഒരു ടൈപ്പ് ഓഫ് ബുക്ക് ഇൻസ്റ്റലേഷനാണിത്. 8000 ബുക്സ് വെച്ചിട്ടാണ് ഈ ഒരു ഇൻസ്റ്റലേഷൻ 1998 ഉണ്ടാക്കിയിട്ടുള്ളത്. കോളം ഓഫ് ഇൻസ്റ്റലേഷൻ എന്നാണ് കേട്ടോ ഈ ഒരു ടവറിൻ്റെ നിക്ക് നെയിം എന്ന് പറയുന്നത്, ഈ ഒരു ഇൻസ്റ്റലേഷൻ്റെ പേര്. ഈ ബുക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയട്ടെ, ഇത് മറ്റുള്ള ആൾക്കാർ വലിച്ചെറിഞ്ഞിട്ടുള്ള ബുക്സ് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻസ്റ്റലേഷനും കൂടെയാണിത്. ഞങ്ങളിപ്പോൾ പ്രാഗിലുള്ള കടയിൽ വന്നിരിക്കുകയാണ്. ഇത് ലേസൊക്കെ ഉണ്ട്. 37 കൊറോണ എന്നാണ് ഇവിടുത്തെ. നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണം ഗൈസ്. അങ്ങനെ നമ്മൾ അധികം ഒന്നും ഷൂട്ട് ചെയ്തില്ല, ബിക്കോസ് പകുതി മറന്നുപോയി. പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കലും ഇതൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു തിരക്കിൽ പെട്ടുപോയി. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു പ്രാഗ്? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അടിപൊളി സ്ഥലമാണ്. ലൈക്ക് ഒരു ദിവസം കാണാനുള്ളതേ ഉള്ളൂ, ബട്ട് വേർത്ത് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പ്രാഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ എല്ലാ ലൊക്കേഷനും ടിക്ക് ചെയ്ത് എല്ലാം കണ്ടു. ടൈം 4:30 ആയിട്ടുള്ളൂ. 4:30 ആയപ്പോഴത്തേക്കും നമ്മുടെ പരിപാടി കഴിയും. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യേണ്ടവർക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ പ്രാഗ് വ്ളോഗ് എന്ന് പറയും. ഞങ്ങളിതേ മെക്ഡീന്ന് സാധനം വാങ്ങിച്ചു ഗൈസ്. ഇത്രയും വലിയ, ഞങ്ങളുടെ മുറി നോക്കണ്ട, ഇത്രയും വലിയ ബോക്സിൻ്റെ ഉള്ളിൽ ഇത്രയും ചെറിയ സാധനമാണ് എനിക്ക് മെക്ഡീന്ന് കിട്ടിയ ഗിഫ്റ്റാണ് ഗൈസ്. ഇങ്ങനെ ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. സംഭവ വികാസങ്ങളായിരുന്നു എൻ്റെ തിരിച്ചു തന്നെ ഒഴിക്കും. ആരെങ്കിലും കേൾക്കണേ, പൈസ കൊടുത്തിട്ടായിരിക്കും. ഇവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് കളിക്കുന്നത്. ഇത് പൊളിക്കാണ് ഗൈസ്. പിന്നെ എന്താണ്, എനിക്ക് പിന്നെ നല്ല ഇനിയൊരു യാത്ര അടുപ്പിച്ചുണ്ടാവും തോന്നണില്ലോ സത്യം. സോ അതായിരുന്നു ഞങ്ങളുടെ ചെക്കിലേക്കുള്ള യാത്ര. എന്താണ് യാത്രേനെ പറ്റി സമയം ഫാസിനായിട്ട് പറയും. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 2 ദിവസത്തെ കാര്യം ഇങ്ങോട്ട് വന്നേക്കും. 1 ഡേ കാണാറുണ്ടോ? 1 ഡേ, ഒരു ദിവസം. ഇതെൻ്റെ യൂട്യൂബ് ചാനലായതുകൊണ്ട് ഞാൻ സംസാരിച്ചാൽ മതിയായതുകൊണ്ട് നമുക്ക് ഇതായിരുന്നു നമ്മുടെ പ്രാഗ് വ്ളോഗ്. നല്ല വൃത്തികെട്ട വ്ളോഗാണ് എനിക്കറിയാം, പക്ഷേ ഇതൊരു മെമ്മറി ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇതിലിടുന്നത്. നല്ല മെമ്മറിയാണ്, പ്രത്യേകിച്ച് ബസ്സിൻ്റെ പുറകെ കൂടിയത്. തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് കുറേ അബദ്ധങ്ങൾ പറ്റി. കാരണം എഴുതാനും വായിക്കാനും അറിയാത്തവരൊക്കെ കൂടെ കുട്ടികളുടെ പ്രശ്നം അതാണ്. സോ നിങ്ങൾ ചെക്കിലേക്ക് അല്ലെങ്കിൽ